ഹലോ, ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? വീട്ടിലെ ഏത്തപ്പഴം മേടിച്ചിട്ടുണ്ടെങ്കിലേ ബാലൻസ് ഒന്നോ രണ്ടോ ഏത്തപ്പഴം വരും. ഞാനത് കഴിക്കാറില്ല. ഈ ഗ്ലാമർ പോയ ഏത്തപ്പഴത്തിനോട് എനിക്ക് വല്ല താല്പര്യമില്ല, മമ്മിക്കും താല്പര്യമില്ല. ഡാഡി കഴിക്കും കേട്ടോ, ഡാഡി അങ്ങനെ ഗ്ലാമർ ഒന്നും നോക്കാറില്ല. പക്ഷേ ഡാഡി പറയാറുണ്ട് ഈ ഗ്ലാമർ പോയ ഏത്തപ്പഴത്തിനാണ് ടേസ്റ്റ് കൂടുതലെന്നുള്ളത്. ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഡാഡി പറഞ്ഞതാണ് കറക്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? വയോ. അതിനായിട്ട് ഒരു പാൻ എടുക്കുക, അത് ചൂടായ ശേഷം നെയ്യ് ഒഴിക്കുക, കാഷ്നട്ടും കിസ്മിസും ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഗ്ലാമർ പോയ ഏത്തപ്പഴത്തിനെ കട്ട് ചെയ്തിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് തേങ്ങ ചിരണ്ടിയതും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തോ. എന്നിട്ട് ഇതിനെ ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഹാർട്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ സർക്കിളിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഷേപ്പാക്കി വെച്ചേക്കണേന് മുട്ടയിലും മുക്കി ബ്രെഡ് ക്രംസിലും മുക്കി തിളച്ച എണ്ണയിലോട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുത്തോളൂ. എന്താ ടേസ്റ്റ്! അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ഞാനിവിടെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു. തികഞ്ഞില്ല, സാരമില്ല, അടുത്ത തവണ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.